നമസ്തേ, കാക്കിലേക്ക് സ്വാഗതം. ഹണി റോസിനെതിരായ ലൈംഗിക അധിക്ഷേപത്തിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, ചോദ്യം ചെയ്യൽ പൂർത്തിയായി കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ കഴിയുന്ന വിശദാംശങ്ങൾ ഏതൊക്കെയാണ്? കെ.പി. ബോബി ചെമ്മണ്ണൂരിനെ അല്പസമയത്തിനുള്ളിൽ തന്നെ ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്കായിട്ട് കൊണ്ടുപോകും. എറണാകുളം ജനറൽ ആശുപത്രിയിൽ വെച്ചാണ് ഇയാളുടെ വൈദ്യപരിശോധന നടക്കുക. ഇന്ന് വൈകിട്ട് 7:30 കൂടിയാണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ എത്തിക്കുകയും ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. ഈ അറസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള നടപടികളെല്ലാം തന്നെ പൂർത്തീകരിച്ചാണ് ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായിട്ട് കൊണ്ടുപോകുന്നത്. ഇയാളുടെ മൊബൈൽ ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്ന് രാവിലെയായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെ ഇയാളുടെ വയനാട്ടിലുള്ള എസ്റ്റേറ്റിൽ നിന്ന് പോലീസ് സംഘം പിടികൂടിയത്. എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരൊപ്പം തന്നെ വയനാട് SP നേതൃത്വത്തിലുള്ള സ്ക്വാഡും ചേർന്നായിരുന്നു ഇന്ന് ഇയാളെ എസ്റ്റേറ്റിൽ നിന്ന് പിടികൂടിയത്. ഏതായാലും ഈ നടപടികൾ എല്ലാം പൂർത്തീകരിച്ച് അയാൾ ആദ്യം വയനാട് തന്നെയുള്ള AR ക്യാമ്പിൽ വെച്ച് ചോദ്യം ചെയ്യുന്നു. അതിനുശേഷം കൊച്ചിയിലേക്ക് എത്തിക്കുകയും പിന്നീട് ഇവിടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികളെല്ലാം തന്നെ പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഏതായാലും ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി. ഈ ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങളോട് ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലാണ് പ്രതികരിച്ചിരുന്നത്? കെ.പി. ഇന്ന് വൈകിട്ട് 7 മണിക്ക് ശേഷമായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. ആ സമയത്ത് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ജീപ്പിൽ നിന്നിറക്കി ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ബോബി ചെമ്മണ്ണൂർ പ്രതികരിച്ചത് താൻ കുറ്റക്കാരനല്ല, നിരപരാധിയാണ് എന്നുള്ളൊരു കാര്യം ആവർത്തിക്കുകയായിരുന്നു ബോബി ചെമ്മണ്ണൂർ ചെയ്തത്. ഏതായാലും ബോബി ചെമ്മണ്ണൂർ പറയുന്നത്, അതായത് താൻ കുറ്റം ചെയ്തിട്ടില്ല, താൻ ഇത്തരത്തിലൊരു പരാമർശങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യം, അത് ആ ഒരു കാര്യം ആവർത്തിക്കുകയുണ്ടായിരുന്നു. ഏതായാലും നേരത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതിക്കാരിയായിട്ടുള്ള ഹണി റോസിൻ്റെ മൊഴി അടക്കം രേഖപ്പെടുത്തുകയുണ്ടായിരുന്നു. രഹസ്യമൊഴിയാണ് രേഖപ്പെടുത്തിയത്. ഇന്ന് എറണാകുളം CJM കോടതിയിൽ ഇവർ എത്തുകയും രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഏകദേശം 2 മണിക്കൂറോളം ഈ മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളും ഇന്ന് നടക്കുകയുണ്ടായിരുന്നു. വലിയൊരു സന്തോഷം അല്ലെങ്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് പിന്നീട് ഹണി റോസും പ്രതികരിക്കുകയുണ്ടായിരുന്നു. മുഖ്യമന്ത്രി അടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയുണ്ടായിരുന്നതാണ്. മാത്രമല്ല പോലീസിൻ്റെ ചടുലമായിട്ടുള്ള ഒരു നടപടിയായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്. ഇന്നലെ പരാതി കൊടുക്കുന്നു, തൊട്ടുപുറകെ തന്നെ പരാതി സ്വീകരിച്ച പോലീസ് സംഘം വയനാട് എത്തുകയും അവിടെ നിന്നും ഇന്ന് രാവിലെ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇയാൾ കടക്കാനായി സംസ്ഥാനം വിട്ടുപോകുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിനിടയിലായിരുന്നു ഈ അറസ്റ്റ് എന്നുള്ളൊരു കാര്യം. വളരെ ചടുലമായിട്ടുള്ള ഒരു നടപടിയായിരുന്നു. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഇയാളെ പുറത്തേക്ക് എത്തിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചോദ്യം ചെയ്യൽ പൂർത്തിയായി കഴിഞ്ഞു. ഇനി അല്പസമയത്തിനകം തന്നെ വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റും. അത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്, അല്ലേ? കെ.പി. ഒരു അല്പസമയത്തിനുള്ളിൽ തന്നെ, ഏകദേശം ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ബോബി ചെമ്മണ്ണൂരിനെ പുറത്തേക്ക് എത്തിക്കും, ഈ വൈദ്യപരിശോധനയ്ക്കായിട്ട് പുറത്തേക്ക് ഇറക്കും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ആ സമയത്ത് മാധ്യമങ്ങളടക്കമുള്ള ആളുകൾ സഹകരിച്ചുകൊണ്ട് ഈ തിരക്ക് ഉണ്ടാകാതെ മാറി നിൽക്കണമെന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കാര്യം ഈ അറസ്റ്റിന് ശേഷം നിരവധി ആളുകളാണ്, അതായത് ഈ ബോബി ചെമ്മണ്ണൂറുമായി ബന്ധപ്പെട്ട് ചില ആളുകളടക്കം ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയും സ്വാഭാവികമായിട്ട് ഇയാളെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് അടക്കമുള്ള കാര്യങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുറത്തേക്ക് വൈദ്യപരിശോധനയ്ക്കായിട്ട് പുറത്തേക്ക് എത്തിക്കുന്ന സമയത്ത് ഒഴിവായി കൊണ്ട് പോലീസിനോട് സഹകരിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുള്ള മാധ്യമപ്രവർത്തകരടക്കമുള്ള ആളുകളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ബോബി ചെമ്മണ്ണൂരിനെ വൈദ്യപരിശോധനയ്ക്കായി എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ വെളിയിലേക്ക് കൊണ്ടുവരും. ഇപ്പോൾ ചോദ്യം ചെയ്യൽ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് കിരൺ കുമാറാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കിരണിലേക്ക് കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും എത്താം. അതിനുമുമ്പ് ചില വാർത്തകൾ നോക്കാം. തൃശൂർ ആതിരപ്പള്ളിയിൽ വിനോദസഞ്ചാരത്തിലെത്തിയ അധ്യാപകന് ക്രൂരമർദ്ദനം. സഹപ്രവർത്തകയായ അധ്യാപികയെ അശ്ലീലം പറഞ്ഞത് ചോദ്യം ചെയ്തതിനാണ് അധ്യാപകനെ മർദ്ദിച്ചത്. സംഭവത്തിൽ ഒറ്റപ്പാലം സ്വദേശികളായ 5 യുവാക്കളെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു.
തൃശൂർ ചാലക്കുടിയിലെ വാട്ടർ തീം പാർക്കിൽ വിനോദസഞ്ചാരത്തിനെത്തിയ അധ്യാപകനെയാണ് ഒറ്റപ്പാലം സ്വദേശികളായ അഞ്ചംഗ സംഘം ക്രൂരമായി മർദ്ദിച്ചത്. മർദ്ദനത്തെ തുടർന്ന് അധ്യാപകന്റെ മൂക്കിന്റെ എല്ല് തകർന്നു. വിദ്യാർത്ഥികൾക്ക് മുന്നിൽ വെച്ച് അധ്യാപകനെ മർദ്ദിച്ച അഞ്ചംഗ സംഘത്തെ പാർക്കിലെ സെക്യൂരിറ്റി ജീവനക്കാർ തടഞ്ഞുവെച്ച് ചാലക്കുടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ഒറ്റപ്പാലം വല്ലപ്പുഴ ദേശത്ത് മടത്തിൽ വീട്ടിൽ ഉമർ ഷാഫി, വെളുത്താക്കത്തൊടി വീട്ടിൽ മുഹമ്മദ് റാഷിഖ്, കൊങ്ങശ്ശേരി വീട്ടിൽ റഫീഖ്, ശങ്കരത്തൊടി വീട്ടിൽ ഇബ്രാഹിം, മടത്തിൽ വീട്ടിൽ മുബഷീർ എന്നിവരെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് മലപ്പുറം കൊണ്ടോട്ടിയിൽ നിന്ന് വിദ്യാർത്ഥികളുമായി വിനോദസഞ്ചാരത്തിനെത്തിയ സംഘത്തിലെ അധ്യാപികയോട് യുവാക്കൾ അശ്ലീലം പറഞ്ഞത് ചോദ്യം ചെയ്തതാണ് പ്രശ്നത്തിന് കാരണമായത്. കസ്റ്റഡിയിലെടുത്ത പ്രതികളെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കി. ജനം, തൃശൂർ. വാർത്തയിലേക്ക്. തിരുപ്പതി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും 4 മരണം, നിരവധി പേർക്ക് പരിക്ക്. ക്ഷേത്രത്തിൽ അനിയന്ത്രിതമായ തിരക്ക് തുടരുകയാണ്. ഇവരുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, വലിയ തിരക്ക് അത് തന്നെയാണോ ഇത്തരത്തിലുള്ള ഒരു ദാരുണ സംഭവത്തിലേക്ക് എത്തിച്ചത്? തീർച്ചയായും സുരേഷ്, ടോക്കൺ കൗണ്ടറിലുണ്ടായ വലിയൊരു തിക്കും തിരക്കുമാണ് ഇത്തരത്തിൽ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സേലം സ്വദേശിയായ ഒരു സ്ത്രീ ഉൾപ്പെടെ 4 പേരാണ് മരണപ്പെട്ടത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നെല്ലാം തന്നെ സൂചിക ലഭ്യമാകുന്നത്. ശ്രീനിവാസ, അതുപോലെ തന്നെ തൊട്ടടുത്തൊരു സ്കൂളും ആ പരിസരങ്ങളിലും എല്ലാം തന്നെ ശക്തമായ തിക്കും തിരക്കും ഉണ്ടായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വലിയൊരു ക്യൂ തന്നെ ടോക്കൺ വാങ്ങാൻ ഉണ്ടായിരുന്നു. അത് അവിടെ ഉണ്ടായിരുന്ന ഒരു തിക്കും തിരക്കിലും പെട്ടാണ് ഈ 4 പേരുടെ മരണത്തിന് ഇടയാക്കിയ സംഭവ വികാസങ്ങൾ ഉണ്ടായത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പോലീസിന് നിയന്ത്രിക്കാനാകാത്ത രീതിയിലൊരു തിരക്ക് വന്നുപെടുകയും ആ തിരക്കിനെ നിയന്ത്രിക്കുന്നതിനിടെ ഇത്തരത്തിൽ വലിയൊരു ഉന്തുതള്ളും ഉണ്ടാവുകയും ആ തിക്കും തിരക്കിലും പെട്ട് ശ്വാസം മുട്ടിയും അല്ലാതെയുമായി 4 പേർ മരണപ്പെടുകയുമായിരുന്നു ചെയ്തത്. സ്ത്രീ ഉൾപ്പെടെ മരണപ്പെട്ടു എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. മറ്റൊരു പ്രധാന സംഭവ വികാസം എടുത്തു പറയേണ്ടത് ഈ പ്രദേശത്ത്, അതായത് ഈ സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായുണ്ടായ ചില നടപടിക്രമങ്ങളെല്ലാം തന്നെ വീഴ്ച വന്നു എന്ന ചില സൂചനകളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് വീണ്ടും ചില സ്ഥിരീകരണങ്ങളെല്ലാം വരേണ്ടതുണ്ട്. അതേസമയം ചന്ദ്രബാബു നായിഡു ഉൾപ്പെടെയുള്ളവർ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വിഷയത്തിൽ അതീവ ഗൗരവമുണ്ടെന്നും അതുപോലെ തന്നെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും തിക്കും തിരക്കും വലിയ തോതിൽ തുടരുകയാണ്. ആശുപത്രിയിലേക്ക് നിരവധി പേരെ മാറ്റുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് ഇനിയും ലഭിക്കാനുണ്ട് എന്നും ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകരെല്ലാം, മാധ്യമ ഏജൻസികളെല്ലാം തന്നെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വലിയ തോതിലുള്ള ഒരു തിക്കും തിരക്കും തന്നെയാണ് ഉണ്ടായത്. ഈ തിക്കും തിരക്കിലും പെട്ട് 4 പേർ മരിച്ചു. ഐസൻ, അതായത് ഈ തിരക്ക് ഇപ്പോഴും നിയന്ത്രണ വിധേയമല്ലാത്ത രീതിയിൽ തുടരുകയാണ്. ഇപ്പോൾ 4 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. ഈ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരെയൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? തീർച്ചയായും ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു അടിയന്തര നടപടികളും അതുപോലെ തന്നെ റെസ്ക്യൂ ഓപ്പറേഷൻസുമാണ് നടക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അടിയന്തരമായി ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം, തിക്കും തിരക്കും ഉള്ളതിനാൽ തന്നെ ആളുകൾ ഒഴിഞ്ഞ് വലിയ രീതിയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളതിനാൽ അടിയന്തരമായി മെഡിക്കൽ സൗകര്യങ്ങൾ മേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അത്തരത്തിൽ എത്തിച്ച മെഡിക്കൽ സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സംവിധാനങ്ങൾ, പ്രവർത്തനങ്ങൾ തുടരുകയുമാണ് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരെയും തന്നെ, അതായത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ എല്ലാവരെയും അടിയന്തരമായി ആശുപത്രിയിൽ എത്തിക്കുന്നതിനുള്ള നീക്കങ്ങളാണ് കൃത്യമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും ഭരണകൂടങ്ങളെല്ലാം തന്നെ അറിയിക്കുന്നുണ്ട്. ജില്ലാ ഭരണകൂടവും അനുബന്ധ സംവിധാനങ്ങളും എല്ലാം തന്നെ അറിയിക്കുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായി നിയന്ത്രിക്കാനാകാത്ത ഒരു തിരക്ക്, അത് വൻതോതിലുള്ള ഒരു തിരക്ക് ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ചില ആഘോഷങ്ങളൊക്കെ നടക്കുന്ന ദിവസവുമാണ്. നമുക്കറിയാവുന്നതാണ്, ദിവസങ്ങളിലെല്ലാം തന്നെ സ്വാഭാവികമായും തിരുപ്പതി ക്ഷേത്രത്തിൽ വൻതോതിൽ തിക്കും തിരക്കും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ അപകടം ഉണ്ടായിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ ഇതുപോലുള്ളൊരു സംഭവ വികാസങ്ങളെല്ലാം തന്നെ ഒഴിവാക്കുന്നതിന് ടോക്കൺ കൗണ്ടറിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ചില നിർദ്ദേശങ്ങളെല്ലാം തന്നെ വന്നിരുന്നു. അതായത് ഇപ്പോൾ നടക്കുന്നത് വൈകുണ്ഠദ്വാര സർവ എന്ന് പറയുന്ന അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആഘോഷം തന്നെയാണ് ഈ വൈകുണ്ഠദ്വാര സർവ എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങളെല്ലാം തന്നെ. ആ സമയത്താണ് ഇത്തരത്തിലൊരു സംഭവവികാസം ഉണ്ടായിരിക്കുന്നത് എന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ മരണസംഖ്യ വർദ്ധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച സ്ഥിരീകരണങ്ങൾ, 4 പേരുടെ മരണം മാത്രമാണ് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ മരണം സംഭവിച്ചിട്ടുണ്ടോ എന്ന് സംബന്ധിച്ച വിവരങ്ങളില്ല. പക്ഷേ ഗുരുതരമായി പരിക്കേറ്റവരുടെ എണ്ണം കുറെ കൂടി കൂടുതലുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ ശക്തമായ തിരക്ക്, ടോക്കൺ കൗണ്ടറിലുണ്ടായ വലിയ തിരക്കാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സുരേഷ്.
അതായത് ഈ തിരക്ക് നിയന്ത്രിക്കാൻ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള ആഘോഷവേളകളിൽ വലിയ തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്, സാഹചര്യമുണ്ട്. പക്ഷേ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഒരുക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച വന്നിട്ടുണ്ട്, അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ടോ? പക്ഷെ അത്തരത്തിൽ ചില സൂചനകൾ ചില റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത് കണ്ടെത്തേണ്ട സാഹചര്യം ഇനിയും വ്യക്തമാകേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നിലവിലെ സാഹചര്യത്തിൽ വലിയൊരു തിക്കും തിരക്കും ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഈ ആഘോഷവേളയിൽ ഉണ്ടാകാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു എന്ന വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വലിയൊരു തിക്കും തിരക്കും ഉണ്ടാക്കാനുള്ള സാധ്യത എങ്ങനെ ഉണ്ടായി എന്ന് സംബന്ധിച്ച ചില വിശദീകരണങ്ങളെല്ലാം തന്നെ തിരുപ്പതി ദേവസ്വം നൽകുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ വൈകുണ്ഠദ്വാരത്തിലേക്ക് കടക്കുന്നതിനുള്ള ആ ഒരു തിരക്ക്, അതായത് അവിടെ അനുവദനീയമായ പാസുകൾ ഉള്ളവർക്ക് മാത്രമാണ് പ്രവേശനം അനുവദിക്കുക എന്ന് വളരെ കൃത്യമായി നിർദ്ദേശിക്കുകയും ഈ ജനക്കൂട്ടത്തെ, അതായത് പാസില്ലാത്തവരെ എല്ലാം തന്നെ തിരിച്ചുവിടുകയും ചെയ്യുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കർശനമായ നീക്കങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ഈ മരണസംഖ്യ ഉയരാനുള്ള സാധ്യത സംബന്ധിച്ചുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കർശനമായ നടപടികൾ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ സ്വീകരിക്കുന്നു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇനി ഏത് രീതിയിലുള്ള നടപടികളാണ് ഉണ്ടായിരിക്കുന്നത്, അതുപോലെ തന്നെ ഈ ദേവസ്വത്തിന്റെ ദർശനം നിർത്തിവെക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങളിലേക്ക് കടക്കുമോ എന്ന കാര്യങ്ങളെല്ലാം തന്നെ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഇന്നു മുതൽ, അതായത് 10-ാം തീയതി മുതൽ 19-ാം തീയതി വരെയാണ് അവിടെ വൈകുണ്ഠ ദർശൻ, വെങ്കടേശ്വര ദർശൻ, വൈകുണ്ഠ ദ്വാര ദർശൻ എന്ന് പറയുന്ന ആഘോഷം കാര്യമായി നടക്കുന്ന ഒരു ദിവസം. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തെ ഈ ആഘോഷങ്ങളുടെ ഭാഗമായി വലിയ തിരക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. 10 മുതൽ 19 വരെയാണ് ഈ ആഘോഷങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ ചില പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന സൂചനകളും നേരത്തെ പുറത്തു വന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് കണിശമായ നടപടികൾ ഇനിയും സ്വീകരിക്കുമെന്ന നിലപാടിലേക്ക് ഇപ്പോൾ ഭരണകൂടമെല്ലാം എത്തുകയും ചെയ്തിരിക്കുന്നത്. സുരേഷ്, തിരുപ്പതി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും 4 മരണം, നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുകയാണ്. ക്ഷേത്രത്തിൽ അനിയന്ത്രിതമായ തിരക്ക് തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്. വാർത്തയിലേക്ക്. വിവാഹ തട്ടിപ്പ് നടത്തി പണം തട്ടിയ കേസിൽ യുവതിയടക്കമുള്ള സംഘത്തിലെ 2 പേർ കോഴിക്കോട് പിടിയിലായി. പുനർവിവാഹ വാഗ്ദാനം നൽകി ഡോക്ടറുടെ 5.5 ലക്ഷം രൂപയും ഫോണും തട്ടിയെടുത്ത കേസിൽ മലപ്പുറം സ്വദേശികളെയാണ് നടക്കാവ് പോലീസ് പിടികൂടിയത്. തട്ടിപ്പിൽ കാസർഗോഡ് സ്വദേശിയായ യുവതിയെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഫോറൻസിക് സർവീസിൽ നിന്നും വിരമിച്ച തിരുവനന്തപുരം സ്വദേശിയായ ഡോക്ടറെ ചതിച്ചാണ് യുവതി ഉൾപ്പെടെ 3 അംഗ സംഘം പണവും ലാപ്ടോപ്പും ഫോണും ഉൾപ്പെടെ തട്ടിയെടുത്തത്. പുനർവിവാഹത്തിന് താല്പര്യമുണ്ടെന്ന് കാണിച്ച് ഡോക്ടർ പത്രത്തിൽ പരസ്യം നൽകിയിരുന്നു. തുടർന്ന് വയനാട്ടിലെ ഡോക്ടറുടെ സ്വകാര്യ ക്ലിനിക്കിലെത്തിയ കാസർഗോഡ് നീലേശ്വരം പുത്തൂർ സ്വദേശിയായ ഇർഷാന, മലപ്പുറം സ്വദേശി മുഹമ്മദ് സലീം, കുടക് സ്വദേശി മാജിദ് എന്നിവർ വിവാഹം ഉറപ്പിക്കുകയായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ റോഡിലെ ഒരു ഹോട്ടലിൽ വെച്ച് കഴിഞ്ഞ വർഷം ഫെബ്രുവരി 8-ാം തീയതിയായിരുന്നു വിവാഹം. ബന്ധുക്കളാണെന്ന് പരിചയപ്പെടുത്തിയ യുവതിക്കൊപ്പമുള്ളവർ നിക്കാഹ് നടത്തുകയായിരുന്നു. തുടർന്ന് വിവാഹശേഷം വീടെടുക്കാനെന്ന് ധരിപ്പിച്ച് 5.5 ലക്ഷം രൂപ യുവതിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചു. വീടു കാണിക്കാനെന്ന വ്യാജേന നടക്കാവിലെത്തിയ സംഘം ഡോക്ടർ ആരാധനാലയത്തിൽ കയറിയപ്പോൾ കാറിൽ നിന്നും ലാപ്ടോപ്പും ഫോണുമായി മുങ്ങുകയായിരുന്നു. നമ്മൾ ഒരു 7 മാസം മുന്നേ തന്നെ 1-ാം പ്രതി എടുത്തിട്ടുണ്ടായിരുന്നു. ഇർഷാന എന്ന യുവതി കാഞ്ഞങ്ങാട് സ്വദേശിയാണ്. അതിന് പിന്നാലെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതിൽ 2-ാം പ്രതിയും 3-ാം പ്രതിയായ ഈ മാജിദും സലീമും, മുഹമ്മദ് സലീമും പുലമന്തോള്, കാസർഗോഡ് പുലമന്തോൾ എന്ന സ്ഥലത്തുണ്ടെന്നാണ് സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടിയാണ് നമ്മൾ അവരിലേക്ക് എത്തുന്നത്. ഹണി ട്രാപ്പ് എന്ന രീതിയിലാണ്. ചതിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആരും മുന്നോട്ട് വരില്ല. ഇന്നൊരു സംഭവമാണ് നടന്നതെന്ന് പറയുമ്പോൾ അതിലേക്ക് പറയാനുള്ള നാണക്കേടും കാര്യങ്ങളും. ഡോക്ടർ അത് പരാതിപ്പെട്ടു, അതുകൊണ്ട് നമ്മളിപ്പം പുറംലോകം അറിഞ്ഞെന്ന് മാത്രം. ഡോക്ടർ 2 പവന്റെ സ്വർണ്ണമാലയും വിവാഹത്തിന് യുവതിക്ക് നൽകിയിരുന്നു. തുടർന്ന് ഡോക്ടർ നൽകിയ പരാതിയിലാണ് നടക്കാവ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. ഏപ്രിലിൽ തന്നെ യുവതി പിടിയിലായിരുന്നു. സംഘത്തിൽ ഇനിയും ആൾക്കാരുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുകയാണ്. ജനം, കോഴിക്കോട്. തൃശൂർ മാളിയിൽ പള്ളി വികാരിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും വ്യാപാരിയെയും കുടുംബത്തെയും മർദ്ദിക്കുകയും ചെയ്ത കേസിൽ 4 പേർ ഒളിവിൽ. മാള തിരുമുക്കുളം സ്വദേശികളായ ഡേവിസ്, ലിനു, ഷൈജു, ലിൻസൺ എന്നിവരാണ് ഒളിവിൽ പോയത്.
കഴിഞ്ഞ ശനിയാഴ്ചയാണ് പ്രതികൾ ചേർന്ന് കയ്യേറ്റവും അതിക്രമവും നടത്തിയത്. ക്രിസ്മസിനോടനുബന്ധിച്ച് തിരുമകുളം പള്ളിയിൽ സ്ഥാപിച്ച ട്രീയിലും നക്ഷത്രങ്ങളിലും വെളിച്ചം കുറവാണെന്ന് ആരോപിച്ചാണ് പ്രതികൾ ചേർന്ന് പള്ളി വികാരി ആന്റണി പറമ്പത്തുമായി വാക്കുതർക്കത്തിലേർപ്പെട്ടത്. പ്രദേശവാസികളും ഇടവക അംഗങ്ങളുമായ പ്രതികൾ പുരോഹിതനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നത് കണ്ട് തടയാനാണ് സമീപവാസിയായ ആന്റണി എന്ന ആന്റപ്പൻ എത്തിയത്. പുരോഹിതന്റെ വാഹനത്തിന്റെ താക്കോൽ ഊരിയെടുത്ത് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച പ്രതികൾ ആന്റണി എത്തിയതോടെ ഇയാൾക്ക് നേരെ തിരിഞ്ഞു. പിന്നീട് പ്രതികൾ സംഘം ചേർന്ന് ആന്റണിയെയും തടയാനെത്തിയ ഭാര്യയെയും മക്കളെയും മർദ്ദിച്ചു. അപ്പോൾ തെക്കും വന്നു കൂടി ഇപ്പോൾ കടയിൽ നിന്ന് ആൻ്റെ ഇറങ്ങി വന്നിട്ട് വടക്കണ്ടാക്കണ്ട ചപ്പോൾ കോട്ടയെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ അങ്ങേരെ തലേ നിൽക്കാൻ താട്ടെന്ന് വെച്ചിട്ട് അങ്ങേരെ ടാറ്റർ റോട്ടിൽ തള്ളിയിട്ട് മാത്രം പീഡിപ്പിക്കുകയും ചെയ്തു. ഞാൻ കടയിൽ കയറി പല നശിപ്പിച്ചു, ആയുധങ്ങളായിട്ട് തല്ലിപ്പൊളിച്ചു. അത് എപ്പോഴേക്കും മക്കൾ വന്നു, രണ്ടാം മക്കൾ. അവരെയും അവർ സോഡ കുപ്പിയും ചില്ലിൻ്റെ സോഡ കുപ്പിയൊക്കെ ആയിട്ട് ആക്രമിക്കുകയും ചെയ്തു. ഫാദർ ആന്റണി പറമ്പത്തിന്റെയും ആന്റണിയുടെയും പരാതിയിൽ കേസെടുത്ത മാള പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ അടക്കം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഒളിവിൽ പോയ പ്രതികളെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു. സംഭവത്തിൽ പ്രതിഷേധിച്ച പ്രദേശത്തെ വ്യാപാരികളും പള്ളി കമ്മിറ്റിയും പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടു. ജനം, തൃശൂർ.